ഞാൻ എന്റെ പൊന്നുമക്കളെ മറന്നു. സഹോദരങ്ങളെ, എന്നെ കാത്തിരിക്കുന്ന എന്റെ മക്കളെ ഞാൻ മറന്നു. ആ സമയത്ത് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യ മദീനയിൽ കടന്ന് മരിക്കണം. മനിസ്തതാഅ മിൻകും യമുതു ഫിൽ മദീന ഫൽയമുതു ഫിൽ മദീന. അവിടെ കടന്ന് മരിക്കാൻ അവസരം കിട്ടുന്നവന് ആ മദീനത്ത് കടന്ന് മരിച്ചു കൊള്ളട്ടെ. നാളെ അവന് വേണ്ടി ഞാൻ സ്വർഗത്തിൽ ശുപാർശ ചെയ്യുമെന്ന്. ഇതിനേക്കാൾ വലിയ ഇനിയൊരു ലാഭം ഈ ദുനിയാവിൽ എന്ത് നേടാൻ? അതിനേക്കാൾ വലിയൊരു ലാഭം ഈ ജന്മം കൊണ്ട് ഇനി എവിടെ നേടാനാണ്? അല്ലാഹുവേ, മദീനയോടുള്ള അനുരാഗം ഞങ്ങളുടെ മനസ്സിൽ നീ നിറയ്ക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, മദീന ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലാവണം. ദുൽഹജ്ജിന്റെ മാസം എത്തുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. മദീന കാണാമല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചക്കുപ്പ കാണാമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുകൊണ്ടാണ് ഇമാമു ദാരിൽ ഹിജ്റ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി മദീനത്ത് തന്നെ കടന്നുറങ്ങിയത് മദീനത്ത് മരിക്കാൻ വേണ്ടി. ഇതാണ് മദീനയുടെ പ്രത്യേകത. എല്ലാം പറഞ്ഞേക്കാനുള്ള സമയം നമുക്കില്ല. ഇതാണ് മദീനയുടെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ മദീനയിലുള്ള അനുരാഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയോട് മാത്രമല്ല അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, മൻ ഖാദ അഹ്ലൽ മദീന. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നന്നായിട്ട് കേട്ടോളി, ഗൾഫിൽ പോയി മദീനത്തൊക്കെ ജോലി ചെയ്യുന്നവർ നന്നായിട്ട് കേട്ടോളി. മൻ ഖാദ അഹ്ലൽ മദീന. ആരെങ്കിലും എന്റെ മദീനത്തെ നാട്ടുകാരെ വഞ്ചിച്ചാൽ, അന്നത്തെ നാട്ടുകാർ മാത്രമല്ല ഇന്നത്തെ നാട്ടുകാരും. ഇവിടെ നോക്ക്, മദീനയിലൊക്കെ കച്ചവടം ചെയ്യാൻ ആളുകളുണ്ടല്ലോ, ധാരാളം ആളുകളുണ്ട്. അല്ലാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. ചെറുക്കളയിലുള്ള ഒരു സുഹൃത്തുണ്ട് മദീനയിലാണ്. അല്ലാഹു നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. മദീന വളരെ ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു നാടാണ് മദീന. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മൻ ഖാദ അഹ്ലൽ മദീന. ആരെങ്കിലും എന്റെ നാട്ടുകാരായ മദീനക്കാരെ വഞ്ചിച്ചാൽ, മദീനത്തെ അറബികളെ ആര് വഞ്ചിക്കുന്നുവോ, മദീനക്കാരെ ആര് വഞ്ചരിക്കുന്നുവോ, വെള്ളത്തിൽ കിടന്ന് ഉപ്പ് അരിയുന്നത് പോലെ അവൻ ജീവിതത്തിൽ അലിഞ്ഞില്ലാതായി തീരുമെന്ന്. എന്റെ നാട്ടുകാരെ ആര് പറ്റിക്കുന്നുവോ, മദീനക്കാരെ ആര് വഞ്ചിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുവോ, അവൻ വെള്ളത്തിൽ ഉപ്പ് അരിഞ്ഞു വീഴുന്നത് പോലെ അവൻ ജീവിതത്തിൽ ഉരുകി അവൻ ഇല്ലാതായി പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ സലാത്തില്ലാത്തത്? ഇത് സലാത്ത് കൊണ്ട് മുഖരിതമാകേണ്ട സദസ്സ. എന്റെ എല്ലാ പ്രസംഗവും ഇത് മദീനയാണ്. മദീന പറയുമ്പോ സലാത്തില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്ത് പറയും? ഇവിടെ സലാത്ത് പറയണേ? എന്താ ഇത് മനുഷ്യരെ, നിങ്ങൾ ഇത്രയും വന്നിട്ട് മദീനയുടെ ഒരു ആഗ്രഹം ഉണ്ടായില്ലേ? മദീന എന്ന് പറയാൻ തന്നെ ഒരു യോഗ്യത. മദീനയുടെ ആദ്യത്തെ പേര് യഥരിബ് എന്നാണ്. മദീനയുടെ ആദ്യത്തെ പേര് യഥരിബ് എന്നാണ്. ഇപ്പൊ ആരെങ്കിലും മദീനയിൽ പോയിട്ട് മദീന എന്നുള്ള പേര് പറയാതെ യസ്രിബ് എന്ന പേര് പറഞ്ഞാൽ, റസൂലുള്ളാഹിയാണ് ആ പട്ടണത്തിന് മദീന എന്ന് പേരിട്ടത്. ആരെങ്കിലും അവിടെ ചെന്നിട്ട് ഇത് യസ്രിബാണെന്ന് പറഞ്ഞാൽ അവൻ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയും. എന്താ നിങ്ങൾ കരുതിയത്? ഈ പറയുന്ന നഗരം ഏതാണ്? ആ നഗരത്തിന്റെ പഴയ പേര് പറഞ്ഞാൽ എന്തോ അവസ്ഥ. നമ്മുടെ നാട്ടിലൊക്കെ മസ്താൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പച്ച തലപ്പാവൊക്കെ കെട്ടി നന്നായിട്ട് മുറുക്കി ഒരു പഴയ വെള്ളം കൈതിയൊക്കെ കൊടുത്ത് കുറച്ച് മുറുക്കാൻ ഇവിടെ തലയിലും കുറച്ച് തലപ്പാവിലും ഒക്കെ നടക്കുന്ന ആളാണ് മസ്താൻ എന്ന് പറയുന്നത്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് ഒറിജിനല്ല, ഡ്യൂപ്ലിക്കേറ്റ് മെയ്ഡ് ഇൻ കുന്നംകുളമായിരിക്കും. ഇപ്പൊ നോക്കിയപ്പോ നല്ല പയ്യനെ മസ്താൻ വിളിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊരു പ്രസംഗത്തിന്റെ അല്ല, ഇതൊരു അനുരാഗത്തിന്റെ ഭൂമിയാണ്. ഇവിടെ നാം ചെല്ലുന്ന ഓരോ സലാത്തും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗുണമാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
മദീനയുടെ പേര് റസൂലുള്ളാഹിയാണ് മദീന. അതിനു മുമ്പ് യസ്രിബാണ്. യാ ആഖിര യസ്രിബ. ഖുർആൻ പറയുന്നുണ്ട് യാ ആഖിര യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിബു. ആരെങ്കിലും ഇന്ന് മദീനയിൽ പോയിട്ട് ഇത് യസ്രിബാണെന്ന് പറഞ്ഞാൽ അവനെന്ത് പറയണം? 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ കാര്യം? ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു നാടിന്റെ പേര് പറഞ്ഞിട്ട് അടുത്ത നാടാക്കും. ഇപ്പൊ ചെന്നൈയുടെ പേര് നേരത്തെ മദ്രാസ് ആയിരുന്നു, ഇപ്പോഴാണ് അത് ചെന്നൈ ആയത്. അവിടെ പോയിട്ട് ആരെങ്കിലും മദ്രാസ് എന്ന് അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ലോകത്തെ ബാംഗ്ലൂരിന്റെ പേര് ഇപ്പോഴാണ് ബംഗളൂരു എന്നായത്. അതിനുമുമ്പ് ബാംഗ്ലൂരായിരുന്നു. ആരോടെ പോയിട്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മൾ ബാംഗ്ലൂരാ, ബംഗളൂരു എന്ന് ആരെങ്കിലും പറയൂ? അത് പറഞ്ഞത് പറഞ്ഞു ആരെങ്കിലും പറയൂ? അതുകൊണ്ട് ലോകത്തിന് പാതകമില്ല, അതിന്റെ പേരിൽ ശിക്ഷയില്ല. പക്ഷേ സഹോദരങ്ങളെ, ആത്മാവിന്റെ ആദർശന്റെ നായകൻ കിടക്കുന്ന നാട് അള്ളാന്റെ റസൂല് പേരിട്ട് കൊടുത്തതാ. ആ പേരിൽ ആരെങ്കിലും മാറ്റം വരുത്തി ഞാനിട്ട പേര് മാറ്റി വേറൊരാൾ വിരിച്ചാൽ അവൻ അസ്തഗ്ഫിറുല്ലാഹ് അലീം അള്ളാഹിനോട് പാപം പൊറുക്കാൻ ചോദിച്ചു കൊള്ളട്ടെ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മദീനക്കാരെ പറ്റിക്കാൻ പാടില്ല. മദീനയിൽ ജോലി ചെയ്യണവരൊക്കെ ശ്രദ്ധിച്ചോളി. മദീന വല്ലാത്ത പവിത്രതയുടെ നഗരമാണ്. ആ മദീനക്കാരെ ആരെങ്കിലും പറ്റിച്ചാൽ, മദീനയിൽ നിന്ന് ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കിയാൽ അവൻ വെള്ളത്തിൽ കിടന്നിട്ട് ഉപ്പരിഞ്ഞിട്ടില്ലാതെ വാരി ഉരുകി 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 അവന്റെ ജീവിതം തീരുമെന്ന് ലോകത്തിതേ വരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. മുഖ്ബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മദീന പവിത്രമാണ്. ആ മദീനയുടെ അതുകൊണ്ട് തന്നെയാണ് മദീനയുടെ കാലാവസ്ഥ പോലും എല്ലാവർക്കും സഹിക്കാൻ പറ്റൂല. മദീനയിലെ കാലാവസ്ഥ വല്ലാത്ത കാലാവസ്ഥ. മദീനയിൽ പോയിട്ടുള്ളവർക്കറിയാം. ഈ കൂട്ടത്തിൽ മദീനയിൽ പോയവരൊക്കെ കൈവക്കിക്കും. ഇതുവരെ മദീനയിൽ പോയവരൊക്കെ കൈവക്കും. ഒന്നുകൂടി മദീന ജുവല്ലറിയിലല്ല, മദീനയിൽ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇനിയും പോകാൻ തൗഫീഖ് നൽകട്ടെ. പോകാത്ത സഹോദരങ്ങൾ അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എത്രയും പെട്ടെന്ന് എത്തിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഗ്രഹത്തോടെ ആമീൻ പറഞ്ഞവൻ എത്തും ഇൻഷാ അല്ലാഹ്. അല്ലാതെ ബനൂ ഇസ്രായേലും അങ്ങനെ ആമീൻ എന്ന് പറയുന്ന ആളുകളും പോയില്ല. അല്ലാഹു പോകാത്തവരെ എത്തിക്കട്ടെ. അതിനുവേണ്ടി മാത്രമുള്ള നഗരമാണ്, അതിനുവേണ്ടി മാത്രമുള്ള പ്രഭാഷണമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മദീനയിലെ കാലാവസ്ഥ എല്ലാവർക്കും സഹിക്കാൻ കഴിയില്ല. ചില സമയത്ത് വല്ലാത്ത ചൂടിരിക്കുമ്പോ തന്നെ ചിലപ്പോൾ തണുപ്പോ, വല്ലാത്ത തണുപ്പ്. ഞാനിപ്പോ ഹജ്ജിന് പോകുമ്പോൾ നല്ല ഉംറയ്ക്ക് പോകുമ്പോൾ നല്ല തണുപ്പിന്റെ കാലാവസ്ഥയാണ്. രാവിലെ സുബഹി കൊലുവെടുത്തിട്ട് ഇങ്ങനെ കയറി വരുമ്പോ ആ തണുത്ത കാറ്റും കൂടെ അടിക്കുമ്പോൾ ഒരു കിടുകിടുപ്പ് ആർക്ക് സഹിക്കാൻ പറ്റില്ല. മദീനയുടെ കാലാവസ്ഥ അള്ളാഹു സഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏതെങ്കിലും ഒരു നാട്ടിലെ കാലാവസ്ഥ സഹിച്ചാൽ നാളെ ആഖിറത്തിന് പ്രതിഫലമുണ്ടോ? മൂന്നാർ വലിയ തണുപ്പാണ്, ഊട്ടിയിൽ ഭയങ്കര തണുപ്പാണ്. അവിടത്തെ കാലാവസ്ഥ സഹിച്ചാൽ അതിന്റെ പേരിൽ ദുനിയാവിന് പ്രതിഫലമില്ല, ആഖിറത്തിന് പ്രതിഫലമില്ല. ദുനിയാവിന് വല്ല പ്രതിഫലമുണ്ടോ? ഊട്ടി പോയാൽ ഉണ്ട്? അല്ല, ഊട്ടി പോയതുകൊണ്ട് ദുനിയാവിൽ പ്രതിഫലമൊന്നുമില്ല. ആകെ ഭാര്യയ്ക്ക് ഇത്തിരി സ്നേഹം കൂടുതലുണ്ടാകും അവളെ ഇവിടെ കൂടെ കൊണ്ടുപോയാൽ. അതല്ലാതെ വേറൊരാളെ കൊണ്ടുപോയാൽ അതോടെ അതും തീരും. ഊട്ടിയിൽ പോയ ആകെയുള്ള പ്രതിഫലം അതാണ്, ദുനിയാവിന് പ്രതിഫലമില്ല. പക്ഷേ സഹോദരങ്ങളെ, നാം പറഞ്ഞതുപോലെയല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്റെ മദീന ഏതെന്നറിയോ? എന്റെ പട്ടണത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ മദീനത്തിന്റെ കാലാവസ്ഥ പോലും വല്ലാത്ത ഭീകരമായ കാലാവസ്ഥയാണ്. ലാ യസ്ബിറു അഹദുൻ അലാ ശിദ്ദതിഹാ. ഏതെങ്കിലും ഒരു മനുഷ്യന് ആ മദീനയുടെ കാലാവസ്ഥയുടെ കാഠിന്യം സഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദീനയിൽ താമസിച്ചാൽ ഇല്ലാ കുന്തു ലഹു ശഫീഉൻ യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് അവന് വേണ്ടി ഞാൻ ശുപാർശ ചെയ്യുമെന്ന്. ആരാണോ മദീനയുടെ കാലാവസ്ഥ ക്ഷമിച്ചത്,